എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ജൈവവളം ജൈവവളം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനാദ്യമായിട്ട് നമ്മൾ കടലപ്പിണ്ണാക്കാണ് ഇടുന്നത്. കടലപ്പിണ്ണാക്ക് അല്ലെങ്കിൽ കപ്പലണ്ടി പിണ്ണാക്കെന്ന് പറയും. ഓരോ സ്ഥലത്തും ഓരോ പേരുകളാണ്. ഇവിടെ നമ്മൾ കപ്പലണ്ടി പിണ്ണാക്കെന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് വേപ്പിൻ പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്ക് വളവുമാണ്, അതേ സമയത്ത് തന്നെ ഒരു മരുന്നുമാണ് ചെടികൾക്ക്. നിരവധി കീടരോഗങ്ങളെ തടയാൻ ശക്തിയുള്ള ഒരു സാധനമാണ് വേപ്പിൻ പിണ്ണാക്ക്. നല്ല രോഗപ്രതിരോധന ശക്തി കൊടുക്കുന്ന സാധനമാണ് വേപ്പിൻ പിണ്ണാക്ക്. അടുത്തതായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് എല്ലുപൊടിയാണ്. എല്ലാം ഏകദേശം ഒരു 300 ഗ്രാം വെച്ചാണ് ഇടുന്നത്. അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് എള്ളും പിണ്ണാക്കാണ്. എള്ളും പിണ്ണാക്ക് പലരും ജൈവവളത്തിന് ഉപയോഗിക്കാറില്ല, പക്ഷെ ഞാൻ ഉപയോഗിക്കുകയാണ്. കാരണം അതിൽ നിന്ന് ഒരുപാട് ഗുണങ്ങൾ ചെടികൾക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് അതിൽ ഉപയോഗിക്കുന്നത്. എള്ളും പിണ്ണാക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ശർക്കര ഏകദേശം ഈ പറഞ്ഞ പോലെ ഞാൻ 1 കിലോയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇന്നൊരു 300 ഗ്രാം അതിലേക്ക് ഇടുകയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് സൂപ്പർ വളം എന്ന് അറിയപ്പെടുന്ന സൂപ്പർ പച്ചില വളം, അതാണ് നമ്മുടെ ശീമക്കൊന്നയുടെ ഇലയാണ് നമ്മളിടുന്നത്. ഇല ഞാൻ ഉരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഏകദേശം ഒരു 1/2 കിലോ ഉണ്ട്. 1/2 കിലോ പച്ചില, നല്ല ഹൈ നൈട്രജൻ കണ്ടൻ്റുള്ള ഒരു സൂപ്പർ പച്ചില വളമാണ് ശീമക്കൊന്നയുടെ ഇലയാണ് നമ്മളിപ്പോൾ ഇതിന് ഉപയോഗിക്കുന്നത്. ഇനി ഒരു ഐറ്റം കൂടെ നമുക്കിതിൽ ചേർക്കാനുണ്ട്. നമുക്ക് അവസാനം ചേർക്കാം. തൽക്കാലം കുറച്ച് വെള്ളമൊഴിച്ച് അതെല്ലാം നമ്മളൊന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ശരിക്കും മിക്സ് ആവണമെങ്കിൽ കുറച്ച് ദിവസം വേണ്ടി വരും. കാരണം ഇത് പലതും നമ്മൾ ഇട്ടിട്ടുള്ള സാധനങ്ങൾ വളരെ ഹാർഡാണ്, ഡ്രൈ ആണ്. പിണ്ണാക്കുകൾ, കടലപ്പിണ്ണാക്ക്, എള്ളും പിണ്ണാക്കുമൊക്കെ, അതൊക്കെ ശരിക്കും വെള്ളം അബ്സോർബ് ചെയ്ത് സോഫ്റ്റായി വന്നാൽ മാത്രമേ ശരിക്കും വെള്ളത്തിൽ കലങ്ങി ചേരുള്ളൂ. അതിന് കുറച്ച് ദിവസം സമയം. അതിനാണ് നമ്മൾ 10 ദിവസം വെച്ചിട്ടുണ്ട്. 10 ദിവസം കൊണ്ട് നമ്മുടെ വളം തയ്യാറാവുള്ളൂ. ഇപ്പോൾ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളത് വെള്ളം നിറയ്ക്കണം. ഫുള്ളായിട്ട് ഡ്രമ്മിൽ വെള്ളം ഒഴിച്ച് നിറയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് 20 ലിറ്ററാണ് കപ്പാസിറ്റി ഉണ്ട്. 20 ലിറ്റർ വളം കിട്ടും. വെള്ളം നിറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും കൂടി അത് നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് മൂടി കെട്ടി വയ്ക്കാം. പിന്നെ എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്ത് 24 മണിക്കൂർ കഴിഞ്ഞ്, രാവിലെ ആണെങ്കിൽ രാവിലെ, ഉച്ചയ്ക്കാണെങ്കിൽ ഉച്ചയ്ക്ക്, വൈകിട്ടാണെങ്കിൽ വൈകിട്ട് കൃത്യമായിട്ട് അത് ക്ലോക്ക് വൈസിൽ ഇളക്കി കൊടുക്കണം. 10 ദിവസം ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുത്താൽ തൽക്കാലം നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് അതിലിടാൻ പോകുന്നത് പച്ച ചാണകമാണ്. പച്ച ചാണകം ഇട്ട ശേഷം ഏകദേശം 5 കിലോ ഉണ്ട്. 4 കിലോ 5 കിലോ വരും പച്ച ചാണകം. ഇട്ട ശേഷം നല്ലപോലെ അത് മിക്സ് ചെയ്യണം. നല്ലപോലെ ഇളക്കി അത് മിക്സ് ചെയ്ത് അതിൽ ചേർക്കണം പരമാവധി. പച്ച ചാണകം കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. പച്ചയാണെങ്കിലും അല്പം കട്ടിയാണ്, വളരെ ലൂസല്ല അത്. അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി നമ്മൾ ചേർക്കുകയാണ് അതിൽ. വെള്ളത്തിലൊന്ന് കലങ്ങാൻ വേണ്ടിയാണത്. പച്ചച്ചാണകത്തിന് വളരെ വിശിഷ്ടമായിട്ടുള്ള പല ഗുണങ്ങളുള്ള സാധനമാണ്. അതിൽ കോടാനുകൂടി ബാക്ടീരിയകളുണ്ട് പലതരം. അവരെല്ലാം ഇതിൽ നല്ലപോലെ പ്രവർത്തിച്ച് നമ്മുടെ വളം നല്ല കിടിലൻ തന്നെയായിട്ട് വരും. അവസാനം ഒരു സൂപ്പർ വളമായിട്ട് വരും. പിന്നെ കെട്ടി വയ്ക്കുകയാണ്. കെട്ടി വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നിശ്ചിത സമയത്ത് നമ്മളത് തുറക്കും, മൂടി തുറക്കും, ഇളക്കും. അത് ഭദ്രമായിട്ട് കെട്ടി വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ പ്രാണികളോ ഈച്ചകളോ കയറി മുട്ടയിട്ടാൽ അതിൽ പുഴു നിറയും. അപ്പോൾ ഒറ്റ പുഴുവില്ലാണ്ട് ഞാനത് 10 ദിവസം മാനേജ് ചെയ്തു. ഇതുപോലെ കെട്ടി മൂടി വെച്ചാൽ മതി. വെറുതെ മൂടി വെച്ചാൽ പറ്റില്ല. എക്സ്ട്രാ ഒരു ഷീറ്റ് ഇട്ട് കെട്ടണം, അല്ലെങ്കിൽ തുണിയിട്ട് കെട്ടണം. ഞാൻ ഷീറ്റ് ഇട്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ മഴ പെയ്യുന്ന സ്ഥലത്താണ്. അപ്പോൾ വെള്ളം വീണ് കഴിഞ്ഞാൽ തുണിയാണെങ്കിൽ നനഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഷീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് പിറ്റേ ദിവസം 24 മണിക്കൂറിന് ശേഷമുള്ള ആ കാഴ്ച. അതാണ് ഇലകളൊക്കെ കുറേശ്ശെ ദ്രവിച്ച് തുടങ്ങി. ആ പച്ച നിറമൊക്കെ മാറി ഇലയുടെ. ഇനി അത് ദ്രവിച്ച് വെള്ളത്തിൽ കലങ്ങാൻ തുടങ്ങും.
ഓരോ ദിവസം കഴിയും തോറും നല്ലപോലെ അതിൻ്റെ നിറം മാറി പച്ചപ്പ് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും, ഒരു ബ്രൗൺ കളറായിട്ട് മാറും അവസാനം. അപ്പോൾ അതിലുള്ള എല്ലാ പോഷകങ്ങളും നമ്മുടെ വെള്ളത്തിലേക്ക് ലയിച്ച് ചേരും. അൾട്ടിമേറ്റ്ലി അത് ചെടികളിലേക്ക് എത്തിച്ചേരും. ഇത് രണ്ടാം ദിവസം നമ്മളതുപോലെ തന്നെ ഇളക്കി കൊടുക്കുകയാണ്. നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇലകളുടെ കളറൊക്കെ ഒരുമാതിരിയൊക്കെ മാറിക്കഴിഞ്ഞു. വീണ്ടും മൂടി വെച്ചു. ഇനി 11ാം ദിവസമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാൻ 2 ദിവസത്തെ മാത്രമേ രാവിലെ ഇളക്കുന്ന വീഡിയോ എടുത്തിട്ടുള്ളൂ. എല്ലാ ദിവസവും ഇളക്കി കൊടുത്തു. 10 ദിവസം കഴിഞ്ഞു. ഇപ്പോൾ 11ാം ദിവസം രാവിലെ വന്ന് നമ്മൾ അതിൻ്റെ ഇലയുടെ ചണ്ടി പൊങ്ങി കിടക്കുന്നുണ്ട്, അതെല്ലാം വാരിക്കളയാണ്. ഇലയിലെ പോഷകമൊക്കെ ഓൾറെഡി അതിൽ ലയിച്ച് കഴിഞ്ഞു വെള്ളത്തിൽ. ആ ചണ്ടി വേസ്റ്റാണ്, അത് മാത്രം എടുത്ത് കളയണ്ടു. അത് നമ്മളിപ്പോൾ എടുത്ത് കളഞ്ഞു. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി അതിൽ നിന്ന് അല്പം തെളി എടുക്കുകയാണ്. അതിൻ്റെ അടിയിൽ കുറച്ച് റെസിഡ്യൂ ഉണ്ടാവും, അത് നമ്മൾ എടുക്കുന്നില്ല. ആ തെളി എടുത്തിട്ട് 1:10 പ്രപ്പോർഷനിലാണ് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത് വെള്ളത്തിൽ, ശുദ്ധമായ ജലത്തിൽ. അപ്പോൾ 2 ലിറ്റർ എടുത്തു. 2 ലിറ്റർ എടുത്ത് ഇനി ആ 20 ലിറ്റർ ഡ്രമ്മ് മുഴുവനും വെള്ളം ഒഴിച്ച് നിറയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് 1:10 എന്നുള്ള പ്രപ്പോർഷനിൽ കിട്ടും. ഒരിക്കലും അതിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടാൻ പാടില്ല. 1:5 ആക്കിയാൽ ചിലപ്പോൾ ചെടികളൊക്കെ കരിഞ്ഞു പോകും. 1:10 തന്നെ വേണം. 1:11, 12 ആയാലും കുഴപ്പമില്ല. പക്ഷെ കുറയ്ക്കാൻ പാടില്ല. സ്ട്രെങ്ത്ത് കൂടി കഴിഞ്ഞാൽ ചെടികളൊക്കെ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടും, കരിഞ്ഞു പോവാം, വാടിപ്പോവാം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിവിടെ അടുത്തുള്ള തൊട്ട് തന്നെ പൈനാപ്പിൾ നിൽക്കുന്നുണ്ട് തന്നെ, അതിൽ നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അത് നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. ഇനിയും ഒരുപാട് വീഡിയോകൾ ചെയ്യാനുണ്ട്. എല്ലാം ബഹുഭൂരിപക്ഷം എൻ്റെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളാണ്. പലർക്കും പല വിജ്ഞാനപ്രദമായിട്ടുള്ള ഇത്തരം വീഡിയോകൾ ഇനി ഉണ്ടാവും. പലർക്കും അത് ഉപകാരപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അല്പം നമ്മൾ പുതുതായിട്ടുണ്ടാക്കിയ കിടിലൻ ജൈവവളം നമ്മുടെ പൈനാപ്പിളിന് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഒരു സാമ്പിൾ എന്നുള്ളതെങ്കിൽ 2 പൈനാപ്പിളിന് ഞാൻ ഒഴിക്കുകയാണ്. എനിക്ക് 500 പൈനാപ്പിൾ ഉണ്ട് ഇവിടെ. ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.